സർ, എന്റെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സെമി ഗവൺമെന്റ് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. Okay. സോ വി ഹാവ് ടു സിറ്റ് അറൌണ്ട് 8 hours. ഓക്കെ, 8 hours ഡ്യൂട്ടിയാണ്. സോ എന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് എനിക്ക് പണി ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എണീക്കുള്ളൂ. പക്ഷെ പണി ഇല്ലെങ്കിൽ ഐ വാക്ക് അറൌണ്ട്. അപ്പുറത്ത് കൊളീഗ്സിനോട് സംസാരിക്കും, അല്ലെങ്കിൽ ചായ കുടിക്കാൻ അവിടുന്ന് എപ്പോഴും എണീച്ചോണ്ട് ഇരിക്കും. സോ അതൊരു മറ്റുള്ള മാനേജ്മെന്റിലെ ഒരു എന്താ പറയാ, അവര് നോട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ കാൺ സിറ്റ് ലൈക്ക് വർക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇടക്കിടക്ക് ഒന്ന് എണീച്ച് ഒരു 20 minutes ആവുമ്പോ എനിക്കൊന്ന് എണീച്ച് ഒന്ന് റൗണ്ട് അടിച്ച് എന്ത് വരുമ്പോഴാണ് എനിക്ക് റിഫ്രഷ് ആവുന്നത്. സോ പണി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ അങ്ങനെ ഇരുന്നോണ്ടിരിക്കും ചെയ്യും. അത് ഇങ്ങനെയാണൊന്ന് ഓവർകം ചെയ്യാന്നുള്ളതിന്റെ ഒരു പൊട്ടൻസ് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ്, ഞാൻ പറയട്ടെ, ഭയങ്കര ഭാഗ്യവാനാണ്. സാധാരണ എല്ലാവർക്കും ഇങ്ങനെ ഗവൺമെൻറ് സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ 24/7 എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഭാഗ്യവശാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ ലീഡർഷിപ്പ് കാണിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ വേറെ നിങ്ങൾ സീനിയർ മാനേജ്മെൻറ്റിനോട് ചോദിക്കുക, ഈസ് എനി അതർ ടാസ്ക് ദാറ്റ് ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിനെ ഇപ്പം ആദ്യം നിങ്ങൾ ലേസി ടൈം വേസ്റ്ററാണെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഇപ്പം നിങ്ങളിലുള്ള ലീഡറിനെ കാണും. ശരിയല്ലേ? യെസ് സർ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാം, അത് മാത്രം, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിൻ്റെ റിസൾട്ട്സ് കൊണ്ടുവരാം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കാനുള്ള വാട്ട് ഈസ് ദാറ്റ് ഐ ക്യാൻ ഡു ഫർദർ എന്നുള്ള ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവണം. നിങ്ങൾക്കൊരു ഗോളുണ്ട്, നിങ്ങളുടെ ടാസ്ക് ഉണ്ടാവും, ഗവൺമെൻറ് ബേസ്ഡ്, നിങ്ങൾക്ക് ഓഫീസ് ബേസ്ഡ് ചെയ്തുള്ള ടാസ്ക് ഉണ്ടാവും. അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് റിലാക്സ് ഫോർ 20 minutes, ദാറ്റ്സ് ഫൈൻ. അതിന് ശേഷം ജസ്റ്റ് ഗോ ടു യുവർ സീനിയർ മാനേജ്മെൻറ്റ്, ആസ്ക് ഹിം ഹൗ കൻ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ മാനേജർ നല്ല മനുഷ്യനായിരിക്കണം കേട്ടോ. അവിടെ കണ്ടീഷൻ അപ്ലൈസ്. മാനേജർ നല്ല മനുഷ്യനാണ്, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ഹിം, സർ ഈസ് എനിത്തിങ് എൽസ് ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ യു. അപ്പോൾ ഹീൽ സീ ദാറ്റ് ഓക്കെ. ചിലർ പേടിയുള്ളവരുണ്ടാവും, ഇയാൾ ഇനി വളർന്നു വരുമെന്നുള്ള പേടിയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. അത് മനസ്സിലാക്കണം, കാരണം അവരെ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ വ്യക്തിക്ക് ഒരു പേടി ഉണ്ടെങ്കിൽ അവൾ ചിലപ്പം തരാൻ ചാൻസ് ഇല്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗ്രോത്തിന് ഒരുപാട് അത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. കാരണം ആ വ്യക്തി, നിങ്ങൾ മാനേജർ ചെയ്യുന്ന വ്യക്തി, ആ മാനേജർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. Do it slow by slow and let them see that you are doing something beyond what you are supposed to do. This is how you grow in an organization. താങ്ക് യു സർ. അതിൽ ഒരു സാർ പറഞ്ഞതിൽ ഞാനൊരു കാര്യം പറയട്ടെ. സാറ് സജസ്റ്റ് ചെയ്തത് ഒരു അവിടെ പോയിട്ട് അവരോട് റിക്വസ്റ്റ് അപ്പൊ ഞാൻ അത് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, സി ഐ വാണ്ട് ടു മൂവ് ഓർ ഗിവ് മീ വർക്ക് ലോഡ് മോർ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൽ എനിക്ക് ആ ഫീൽഡും കൂടി തന്നു കഴിഞ്ഞാൽ ഐ വിൽ വർക്ക് ആസ് എ ബാക്കപ്പ്. ഓക്കെ, ബാക്കപ്പ് ആയിട്ട് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാം. സോ പുള്ളി പറയുന്നത് I can't give you like that. അപ്പൊ ഇവിടുത്തെ പണി ആരെടുക്കും? ഞാൻ പറഞ്ഞു I'll take it. I'll take both. No, I can't share you എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യണം. So I'm pushing since today also I pushed the other manager to talk to him and get me that position. So he's like okay, he's ready, he's trying to talk to him but he's not available. But ഇത് ഞാൻ ഏകദേശം 2 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കാം. ഈവൻ ആ പൊസിഷനിൽ ഒരാളുണ്ടായിരുന്നു, ഞാൻ ബാക്കപ്പ് ചോദിച്ചുള്ള പൊസിഷൻ ഉണ്ടല്ലോ, അയാളെ വേറൊരു പൊസിഷനിലോട്ട് മാറ്റിയപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു, സർ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ആ ഫീൽഡ് വേണം എന്നുള്ളത്. സോ ഐ ഹോപ്പ് യു കൺസിഡർ ദിസ്. നോ, അപ്പൊ എന്ന് പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ചെക്ക് ആൻഡ് കം ബാക്ക് എന്ന് പറഞ്ഞു. ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇപ്പോൾ ഒരാളുണ്ട്. അതേ പൊസിഷൻ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ നീ അവിടെ പോയി ചോദിക്കുന്നത്. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യു ക്യാൻ ഡു, നോ പ്രോബ്ലം, നീ ഇവിടെ വർക്ക് ചെയ്തിരുന്നാണല്ലോ, സോ യു ക്യാൻ ക്യാരി ദാറ്റ് വർക്ക് എന്ന് അവിടുത്തെ സീനിയർ മാനേജർ പറഞ്ഞിട്ടുണ്ട്. സോ പുള്ളി ഇവിടെ പോയി ചോദിക്കുമ്പോ പറയും നോ, എനിക്ക് അവനെ സ്പെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടോക്കും വരുന്നു. സോ റിയലി കൺഫ്യൂസ്ഡ്. No issues. See, ഇവിടെ decision maker ആ വ്യക്തിയാ. കാരണം you're working for an organization, especially it's a government organization, is that right? And he is the decision maker, because you can't override him because he is the manager or whatever position he is holding. So number one, you can take the challenge and say that I can do XYZ. I can have a cross-functional doing something for the other department because മറ്റേ ഡിപ്പാർട്ട്മെന്റ് മാനേജർ സമ്മതിച്ചു, പക്ഷേ ഇയാൾ സമ്മതിച്ചിട്ടില്ല. The third thing that you can do is ask yourself, what is that I can learn something new? What is that I can learn something new? Make the best use of this so that it can make me a better leader tomorrow. Invest in yourself.
You're with me? Okay. You're getting, yeah, because Yeah, കാരണം I'm അവർ- getting it. so they are not agreeing to what you want. അവർ അഗ്രി ചെയ്യുന്നില്ല, ആൻഡ് യു ഹാവ് ഗോട്ട് എ ലിമിറ്റേഷൻ. നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്. എനിക്കും അതേപോലത്തെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ എനിക്കൊക്കെ ദേഷ്യം വരുമായിരുന്നു. വൈ ആം നോട്ട് ഏബിൾ ടു ഡു. കാരണം ഫ്രസ്ട്രേഷൻ വരും. കാരണം യു ഹാവ് ദിസ് പൊട്ടൻഷ്യൽ, പക്ഷേ ആ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ നമ്മളോട്, ഓർഗനൈസേഷനോട് നമ്മളോട് ആ ദേഷ്യം വരും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഹെൽപ്ലെസ്. അപ്പോൾ അവിടെ നിങ്ങൾ ചോദിക്കേണ്ടത്, they don't want me, so I want me myself. So you ask yourself, what are the 2 things or 3 things that I can grow on a regular basis? I'll tell you, within 1 year you will change. Okay. You will change, and that's exactly what we wanted. That's exactly what we Yes, wanted. yes, നിങ്ങളെ yes, ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുക. So do Okay. it in the right way. കാരണം you have to do it only after you finish your job. അവിടെ Yeah. ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. Okay, your ethics must be there, your honor, the code of honor എന്ന് പറയും. So do that, finish your job, and then you ask yourself, how can I grow myself on a daily basis? I'll tell you, keep a target of 365 days. 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ടോ? ഇൻഷാല്ലാ. മഷ്കൂർ. വേറൊരു കേസും കൂടി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ വേറൊന്ന് എടുത്തിട്ട് വരട്ടെ. Fine. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.